ഇതെന്തു വെള്ളരിക്ക പട്ടണമാണ് സാർ. ഇങ്ങനെയാണോ ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്? ചൂണ്ടിക്കാണിച്ചല്ലോ. 17 മാസമായി 45 ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം. 17 മാസമായി. ഇപ്പോഴും ടെലിവിഷൻ ചാനലിൽ ഒച്ചയും വിളി മാത്രമേ ഉള്ളൂ, മലിനീകരണം മാത്രമേ ഉള്ളൂ. 80 വോട്ട് കള്ളവോട്ടാന്ന് തെളിയിച്ചു. 80 വോട്ട് കള്ളവോട്ടാ. അപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥി മരിച്ചു, MLA മരിച്ചു. കേസ് ഇൻഫ്രക്ചസ് ആയി. ആർക്കെതിരെയാണോ കേസ് കൊടുത്ത അങ്ങോട്ട് മരിച്ചു. പിന്നെ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകും? അതുപോലെ കൊടുക്ക്. നിങ്ങൾ എന്താ ആരെയും പേടിച്ചു നിൽക്കുന്ന പേടി നിങ്ങൾക്കോ? കേസ് കൊടുത്ത് വിധി വന്ന കേസുകളുടെ കാര്യം മാത്രം എടുത്താൽ മതി. കൽപ്പാന്ത ന്യായീകരിക്കുന്നല്ല. ഇപ്പോ മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പ് കേസ് അന്ന് NDA സ്ഥാനാർത്ഥിയായി ജയിച്ച PC തോമസിനെതിരെ വിധി വന്നു. പക്ഷെ കേസിന്റെ വിധി വന്നപ്പോഴത്തേക്കും ആ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ കേസിന്റെ വിധി വരാൻ കാലാവധി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ വിഷയം. പത്മനാഭൻ, അങ്ങ് നേരത്തെ പറഞ്ഞ ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1950 സെക്ഷൻ 17 പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദ ഇലക്ടറൽ റോൾ ഫോർ മോർ ദാൻ വൺ കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്. സുരേഷ് ഗോപിയുടെ സഹോദരൻ മുതൽ ഡ്രൈവർ വരെ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ടുള്ളവരാണ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ നിരവധി നേതാക്കൾ, ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് ശരിക്കുള്ള വോട്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു. തിരൂരിൽ വോട്ട് ചെയ്യേണ്ട അദ്ദേഹം തൃശ്ശൂരിൽ നിങ്ങളുടെ ഒരു കൗൺസിലറുടെ അഡ്രസ്സിൽ തിരിച്ചറിയൽ കാർഡ് സമ്പാദിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന കാര്യം നഗ്നമായി ലംഘിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, കോടതിയിൽ പോയാലും ഒരു ചുക്കും നടക്കില്ല എന്ന് പറയാൻ അങ്ങയെ നയിക്കുന്ന കോൺഫിഡൻസ് എന്താണ്? ഞാൻ ഒന്ന് ഉത്തരം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തീരെ എന്നെ സമ്മതിച്ചില്ല. ദയവ് ചെയ്തിട്ടൊന്നും മിണ്ടാതിരിക്കണം. രാജു P. നായർ പറഞ്ഞു റിസർച്ച് നടത്തി. എന്ത് റിസർച്ച് രാജു P. നായരെ? എന്ത് റിസർച്ച്? ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിൽ 7-1 സ്ഥലത്ത് ഞങ്ങൾ ലീഡ് ചെയ്തപ്പോൾ ഒരു സ്ഥലത്തോണ്ട് ഞങ്ങളെ ലീഡ് പോക്കിയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. രാജാജി നഗർ ഉൾപ്പെട്ട മണ്ഡലമാണ്, രാജാജി നഗർ അസംബ്ലി മണ്ഡലം ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് ഈ ബാംഗ്ലൂർ സൗത്ത്. നിങ്ങൾക്ക് അവിടെ ലീഡ് ചെയ്തിട്ട് കൊല്ലം എത്രയായി? പോട്ടെ, പതിറ്റാണ്ട് എത്രയായി? എത്ര പതിറ്റാണ്ടായി രാജാജി നഗറിൽ നിങ്ങൾ ലീഡ് ചെയ്തിട്ട്? 7-1 ഇത് എവിടുന്ന് കിട്ടിയതാ രാഹുൽ ഗാന്ധിക്ക്? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ചതിക്കുന്നുണ്ട്. ആ റിസർച്ച് ടീമിനെ അന്ന് വൈകുന്നേരം കഴുത്തിന് പിടിച്ച് പുറത്താക്കണം. രാജാജി നഗറിൽ കോൺഗ്രസ് ലീഡ് ചെയ്തിട്ട് പതിറ്റാണ്ടുകളായി അഭിലാഷേ, പതിറ്റാണ്ടുകളായി. പിന്നെ അവിടെ ഗാന്ധി നഗറിൽ ഞങ്ങളാ ലീഡ് ചെയ്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിനേശ് ഗുണ്ടുറാവുവിനോട് സപ്തഗിരി ഗൗഡെ 103 വോട്ടിനാണ് അസംബ്ലി തോറ്റത്. പക്ഷേ ലോക്സഭയിൽ ഞങ്ങൾ 23,000 വോട്ടിന് ലീഡ് ചെയ്തു. 23,000 വോട്ടിന് ഞങ്ങൾ ലീഡ് ചെയ്തു. CV രാമൻ നഗർ രഘുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ പോയതാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രജിൻ്റെ കൂടെ. ഞങ്ങൾ ലീഡ് ചെയ്തത്. അത് ലോക്സഭയിലും ഞങ്ങളാ ലീഡ് ചെയ്ത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഏത് റിസർച്ചുകാരൻ? അവൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റിസർച്ച് ചെയ്ത മഹാന്റെ പേര് ഒന്ന് പരസ്യമായിട്ട് പറയുമോ? എന്ത് റിസർച്ച്? വെറുതെ ഓരോ ആളെ പേടിപ്പിക്കുന്ന വർത്താനം പറയല്ല. നിൽക്കട്ടെ. ഇനി 2, നിങ്ങളെന്താ പറഞ്ഞത്? ജനങ്ങളെടുത്ത് നിങ്ങൾ കോടതിയിൽ പോകും, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ബീഹാറിലെ SIR ഏതാണ്ട് സുപ്രീം കോടതി പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. നിങ്ങൾ ബീഹാറിൽ തോറ്റാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇന്ന് ഈ ചാനലിൽ വെച്ച് പരസ്യമായിട്ട് പറ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UPA സഖ്യം RJD, കോൺഗ്രസ്, CPM, CPI, CPI, ML നക്സലൈറ്റുകളുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്. ഞങ്ങൾ തോറ്റാൽ ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ ഞങ്ങൾ അടിയറവ് പറയുന്നു. ജനങ്ങൾ ഞങ്ങൾക്കെതിരാണ്. ജനങ്ങൾ BJP JDU സഖ്യം ജയിച്ചാൽ BJPയോടൊപ്പമാണ് ജനങ്ങൾ. നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? അത് പറ. അതിനൊക്കെയുള്ള തൻ്റെ ഇടം കാണിക്കും. പിന്നെ ഇപ്പം അഭിലാഷ് ചോദിച്ചു ജനപ്രായത്വ നിയമം. ആയിക്കോട്ടെ, നിയമപ്രകാരം തെറ്റുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് കാണാമെന്ന്. ടെലിവിഷൻ ചാനലിലാണ് നിയമം പറയേണ്ടത്. ടെലിവിഷൻ ചാനലിലാണ് നിയമം പറയേണ്ടത്. തലനാരിഴ കീറാന്ന്. ഇത് തർക്കിക്കാം. 2 വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അറിയാലോ. ശരി. അതെ,
ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമത്തിലൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ 41 നമ്പർ വാർഡിലാണ്, ശാസ്തമംഗലത്ത്. ആയിക്കോട്ടെ, അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഭാരത് ഗാർഡന്റെ അഡ്രസ്സിലാണ് തൃശ്ശൂരിൽ. അദ്ദേഹത്തിന്റെ സഹോദരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയകുമാർ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് 41 വാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശ്ശൂരിൽ. ഇതെന്തു വെള്ളരിക്ക പട്ടണമാണ് സാർ. ഇങ്ങനെയാണോ ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്? ചൂണ്ടിക്കാണിച്ചല്ലോ. 17 മാസമായി 45 ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം. 17 മാസമായി. ഇപ്പോഴും ടെലിവിഷൻ ചാനലിൽ ഒച്ചയും വിളി മാത്രമേ ഉള്ളൂ, മലിനീകരണം മാത്രമേ ഉള്ളൂ. നല്ല കൊടുക്ക് വക്കീലിനെ ഏൽപ്പിക്ക്. മിട്ടുക്കന്മാരെ വക്കീൽ കേരള ഹൈക്കോടതിയിലുണ്ട്, ഇല്ലേ സുപ്രീം കോടതിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാ. കൊടുക്ക് പെറ്റീഷൻ, ഇലക്ഷൻ അരിജി കൊടുക്ക്. ഞങ്ങൾ കൊടുത്തു, പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഞങ്ങൾ കൊടുത്തു, നവ്യ ഹരിദാസ് കൊടുത്തില്ലേ? ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ പെൻഡിങ്ങാ, നോട്ടീസ് അയച്ചു പ്രിയങ്കയ്ക്ക്. 2016 സുരേന്ദ്രൻ കൊടുത്തു. 89 വോട്ടിന് തോറ്റപ്പം 400ഓളം വോട്ട് കള്ളവോട്ടാന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കൊടുത്തു. 80 വോട്ട് കള്ളവോട്ടാന്ന് തെളിയിച്ചു. 80 വോട്ട് കള്ളവോട്ടാ. അപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥി മരിച്ചു, MLA മരിച്ചു. കേസ് ഇൻഫ്രക്ചസ് ആയി. ആർക്കെതിരെയാണോ കേസ് കൊടുത്ത അങ്ങോട്ട് മരിച്ചു. പിന്നെ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകും? അതുപോലെ കൊടുക്ക്. നിങ്ങൾ എന്താ ആരെയും പേടിച്ചു നിൽക്കുന്ന പേടി നിങ്ങൾക്കോ? കേസ് കൊടുത്ത് വിധി വന്ന കേസുകളുടെ കാര്യം മാത്രം എടുത്താൽ മതി. കൽപ്പാന്ത ന്യായീകരിക്കുന്നല്ല. ഇപ്പോ മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പ് കേസ് അന്ന് NDA സ്ഥാനാർത്ഥിയായി ജയിച്ച PC തോമസിനെതിരെ വിധി വന്നു. പക്ഷെ കേസിന്റെ വിധി വന്നപ്പോഴത്തേക്കും ആ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ കേസിനൊക്കെ വിധി വരാൻ കാലം കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ വിഷയം.